നിങ്ങളുടെ വീട്ടിൽ സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായും കണ്ടിരിക്കണം. സോളാർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം എന്നതിനെ ആസ്പദമാക്കിയാണ് ഈ ഒരു വീഡിയോ. വിവിധ രീതിയിൽ നമുക്ക് വീടുകളിൽ സൗരോർജ്ജം പ്രയോജനപ്പെടുത്താം. സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്തും ഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്തും. സോളാറിൽ നിന്ന് തന്നെ ഓഫ് ഗ്രിഡ്, ഓൺ ഗ്രിഡ്, ഡയറക്റ്റ് DC തുടങ്ങിയ സംവിധാനങ്ങളിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം. കൂടാതെ സോളാർ എനർജിയിൽ നിന്ന് തന്നെ വെള്ളം ചൂടാക്കുവാൻ 2 ടെക്നോളജിയിൽ, അതായത് ETC, FPC ടെക്നോളജിയിലുള്ള സോളാർ വാട്ടർ ഹീറ്ററുകളും വെള്ളം പമ്പ് ചെയ്യുവാൻ സോളാറിൽ പ്രവർത്തിക്കുന്ന സോളാർ വാട്ടർ പമ്പുകളും സോളാർ ഡ്രയർ, സോളാർ കുക്കർ തുടങ്ങിയവയും ഇപ്പോൾ നിലവിലുണ്ട്. സോളാർ സ്ഥാപിക്കുന്നതിനായി വീട് പണിയുമ്പോൾ തന്നെ കുറച്ച് മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് നല്ലതാണ്. ഇതിനായി ഈ മേഖലയിൽ പരിചയസമ്പത്തുള്ള ഒരാളെ തിരഞ്ഞെടുക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം വേണ്ട മുൻകരുതലുകൾ എടുക്കുന്നത് നന്നായിരിക്കും. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്: റൂഫ് ചെയ്യുമ്പോൾ തന്നെ സോളാർ പവർ പ്ലാന്റിനും സോളാർ വാട്ടർ ഹീറ്ററിനുമുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് ഫ്രീ ആക്കി ഇടണം. അതുപോലെ തന്നെ ഏരിയ മാക്സിമം സൺലൈറ്റ് കിട്ടത്തക്ക രീതിയിലും സൗത്ത് ഫേസ് ചെയ്തും വേണം വരാൻ. കൂടാതെ സോളാർ പവർ പ്ലാന്റിനുള്ള കേബിളിംഗ് പൈപ്പുകൾ, എർത്തിങ് സംവിധാനങ്ങൾ എന്നിവ വയറിംഗ് ടൈമിൽ ശ്രദ്ധിക്കുകയും, ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണെങ്കിൽ ഇൻവെർട്ടറും ബാറ്ററിയും വെക്കാനുള്ള ലൊക്കേഷൻ തീരുമാനിക്കേണ്ടതുമാണ്. ഇനി സോളാർ വാട്ടർ ഹീറ്റർ ആണെങ്കിൽ മെയിൻ വാട്ടർ ടാങ്ക് ഉയരത്തിൽ വെക്കുന്നതിനായും പ്ലംബിംഗ് ടൈമിൽ ബിൽഡിങ്ങിന് ആനുപാതികമായ രീതിയിൽ പൈപ്പുകൾ ഇടുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ആണെങ്കിൽ വീട് പണിയുമ്പോൾ തന്നെ നമുക്കത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. എന്നാൽ ഓൺ ഗ്രിഡ് സിസ്റ്റവും സോളാർ വാട്ടർ ഹീറ്ററുകളുമാണെങ്കിൽ വീട് പണിയുടെ അവസാന ഘട്ടത്തിലാണ് ഇൻസ്റ്റലേഷൻ നടത്തേണ്ടത്. ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണെങ്കിൽ ഏത് സമയത്ത് എന്തൊക്കെ ഡിവൈസുകൾ എത്ര സമയം വർക്ക് ചെയ്യിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് ആനുപാതികമായിട്ടുള്ള ഇൻവെർട്ടറുകളും ബാറ്ററികളും ഉപയോഗിക്കേണ്ടതാണ്. ഇത് വിവിധ കപ്പാസിറ്റിയിലുള്ളത് ലഭ്യമാണ്. അതിന് ആനുപാതികമായിട്ടുള്ള ചിലവായിരിക്കും വരുന്നത്. ഒരു ദിവസം 10 യൂണിറ്റിൽ താഴെ ഉപയോഗം വരുന്ന ഒരു സാധാരണ വീടിന് ഏകദേശം 3 ലക്ഷത്തിൽ താഴെ ടോട്ടൽ ചിലവ് വരുന്നതാണ്. അതുപോലെ തന്നെ ഹെവി ലോഡുകളും കൂടുതൽ യൂണിറ്റ് കൺസപ്ഷനും ആവശ്യമാണെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള ചിലവും കൂടും. എന്നാൽ ഓൺ ഗ്രിഡ് സിസ്റ്റം ലോഡിനെ സപ്പോർട്ട് ചെയ്യാത്തതിനാൽ നമ്മുടെ ശരാശരി ഉപയോഗത്തിന് ആനുപാതികമായിട്ടുള്ള ചിലവായിരിക്കും വരുന്നത്. ഒരു സാധാരണ വീടിന് 3 മുതൽ 5 കിലോവാട്ട് വരെയുള്ള സിസ്റ്റമാണ് ആവശ്യമായി വരുന്നത്. 1 കിലോവാട്ടിൽ നിന്നും ശരാശരി 3 മുതൽ 4 യൂണിറ്റ് വരെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുവാനായി സാധിക്കുന്നതാണ്. നല്ല രീതിയിൽ ഹൈ ക്വാളിറ്റി ഇമ്പോർട്ടഡ് സോളാർ പാനലും ഇൻവെർട്ടറും വെച്ച് ഓൺസൈറ്റ് സപ്പോർട്ടോടുകൂടിയും മറ്റ് എല്ലാ ചിലവുകളും ഉൾപ്പെടെ നോർമൽ ഇൻസ്റ്റലേഷൻ 1 കിലോവാട്ടിന് 65,000 രൂപ മുതൽ 75,000 രൂപ വരെ ചിലവ് വരുന്നതാണ്. ഇനി സോളാർ വാട്ടർ ഹീറ്റർ ആണെങ്കിൽ 2 ടെക്നോളജിയിലുള്ള സോളാർ വാട്ടർ ഹീറ്ററുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എഫിഷ്യൻസിയും ഡ്യൂറബിലിറ്റിയും കംപ്ലൈൻറ്റ് ഫ്രീ ആയിട്ടുള്ളതുമായ FPC മോഡലാണെങ്കിൽ റേറ്റ് കൂടുതലായിരിക്കും. കോപ്പറിൽ നിർമ്മിതമായ 125 ലിറ്ററിൻ്റെ ഈ ഒരു മോഡലിന് ഏകദേശം 35,000 രൂപ മുതൽ 40,000 രൂപ വരെ ചിലവ് വരും. എന്നാൽ കോസ്റ്റ് കുറഞ്ഞൊരു മോഡലാണ് ETC അഥവാ ഇവാക്വേറ്റഡ് ഗ്ലാസ് ട്യൂബ് മോഡൽ. ഇതിന് 100 ലിറ്ററിന് ഏകദേശം 18,000 രൂപ മുതൽ 22,000 രൂപ വരെ മെറ്റീരിയൽ ക്വാളിറ്റിക്ക് അനുസരിച്ച് വില വരും. സോളാർ സിസ്റ്റങ്ങൾക്ക് ആദായ നികുതി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ചില കാലയളവുകളിൽ ചില മോഡലുകൾക്ക് സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് പ്രകാരം കിട്ടുന്ന ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റിയും സർവീസ് സപ്പോർട്ടും എങ്ങനെയിരിക്കുമെന്ന് ഉപഭോക്താവ് തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ്.
സോളാർ സിസ്റ്റത്തിന് കൃത്യമായ ഇടവേളകളിൽ മെയിൻ്റനൻസ് ആവശ്യമാണ്. ഓഫ് ഗ്രിഡ് പവർ സിസ്റ്റങ്ങളിൽ ലെഡ് ആസിഡ് ബാറ്ററി ആണെങ്കിൽ ബാറ്ററി വാട്ടർ ടോപ്പപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. കൂടാതെ കൂടുതൽ ഡസ്റ്റി ഏരിയ ആണെങ്കിൽ ഓൺ ഗ്രിഡ് ആയാലും ഓഫ് ഗ്രിഡ് ആയാലും 6 മാസമോ 1 വർഷമോ കൂടുമ്പോൾ പാനലുകൾ ക്ലീൻ ചെയ്യേണ്ടതുമാണ്. സോളാർ പാനലുകൾ ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിന് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തവരെയോ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യന്മാരുടെയോ സഹായം തേടുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ സോളാർ വാട്ടർ ഹീറ്റർ ആണെങ്കിൽ 6 മാസമോ 1 വർഷമോ കൂടുമ്പോൾ ക്ലീനിങ് നിർബന്ധമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവിധ ഇലക്ട്രോണിക് ഡിവൈസുകളും പ്രോഗ്രാം ബേസ്ഡ് ആയതിനാൽ അതാത് കമ്പനികൾക്ക് മാത്രമേ അത് റിപ്പയർ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ആഫ്റ്റർ സെയിൽ സർവീസ് സപ്പോർട്ടിന് പ്രത്യേകം മുൻഗണന കൊടുക്കണം. അതുകൊണ്ട് ഓഫറുകളും പ്രോഡക്റ്റ് കോസ്റ്റും മാത്രമല്ല നോക്കേണ്ടത്, ഈ ഫീൽഡിൽ ദീർഘകാല പ്രവൃത്തി പരിചയമുള്ളവരെയും ഓൺസൈറ്റ് സർവീസ് സപ്പോർട്ടും നൽകുന്ന സേവനദാതാവിനെ തിരഞ്ഞെടുക്കുകയാവും എപ്പോഴും നല്ലത്. ഒരു സാധാരണ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഏത് ക്വാളിറ്റിയിലുള്ളതായ സോളാർ പാനലും ഇൻവെർട്ടറും ബാറ്ററിയും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അതിനാൽ മാർക്കറ്റിൽ എക്സ്പീരിയൻസും സർവീസ് സപ്പോർട്ടും നൽകുന്ന കമ്പനിയെ തന്നെ തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞങ്ങളുടെ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് ലഭിക്കുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.